തൊടുപുഴയിൽ 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചതിന് സമാനമായ സംഭവമാണ് 2013-ൽ കുമളിയിൽ രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനത്തിൽ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന മലയാളികളുടെ കുഞ്ഞനുജൻ ഷെഫീഖിന്റെ കഥ. ആരും ഒരിക്കലും ഷെഫീഖിനെ മറന്നിട്ടുണ്ടാകില്ല. 6 വർഷങ്ങൾക്ക് ശേഷമുള്ള ഷെഫീഖിനെ നമുക്കൊന്ന് കാണാം. ഇത് ഷെഫീഖ്, ആർക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത മലയാളികളുടെ കുഞ്ഞനുജൻ. 2013 ജൂലൈ 15 കുമളിയിൽ രണ്ടാനമ്മയുടെയും പിതാവിൻ്റെയും ക്രൂരമർദ്ദനത്തിൽ മരണപ്പെടുമെന്ന് ഉറപ്പിച്ച ബാലൻ എന്നാൽ വേദനകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. മലയാളികളുടെ പ്രാർത്ഥനയും വൈദ്യശാസ്ത്രത്തിൻ്റെ മികവും അതിലുപരി ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അവൻ്റെ ചിരിയും കളിയും ആരുടെയും മനസ്സലിയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. പെറ്റമ്മയേക്കാൾ സ്നേഹവും വാത്സല്യമാണ് ഒരു പരിധിവരെ ഇപ്പോൾ ഷെഫീഖിന് കൂടുതൽ കരുത്തു പകരുന്നത്. 3 വർഷക്കാലമാണ് രണ്ടാനമ്മയും പിതാവും ക്രൂരമായി ഈ ബാല്യത്തെ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. വേദനകളെല്ലാം ഉള്ളിലൊതുക്കി അവൻ ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ ജൂലൈ 15 അതിക്രൂരമായ മർദ്ദനമാണേറ്റത്. ഇതോടെ അവൻ്റെ ശ്വാസം നിലച്ചു. പിന്നീട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാസങ്ങളോളം ആശുപത്രി കിടക്കയിൽ. പിന്നീട് ഒരു ദിവസമാണ് വെല്ലൂർ ആശുപത്രിയിൽ വെച്ച് ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നുവെന്ന വാർത്ത പുറം ലോകം അറിയുന്നത്. പോറ്റമ്മയായ രാഗിണി അന്നു മുതൽ ഇന്ന് വരെയും ഷെഫീഖിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഇനിയൊരു ഷെഫീഖ് ഉണ്ടാകരുതെന്നായിരുന്നു അന്ന് ആഗ്രഹിച്ചത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു ക്രൂരമായ മർദ്ദനത്തിനിരയായ 7 വയസ്സുകാരൻ്റെ കഥ കേട്ടപ്പോൾ രാഗിണിയും ദുഃഖത്തിലാണ്. ക്രൂരമായി മർദ്ദിച്ച ഇയാൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് രാഗിണി പറയുന്നത്. തെറ്റിയാത്ത ഞാനോ അല്ലെങ്കിൽ എൻ്റെ വാവാച്ചിക്കോ ഇങ്ങനൊരു ജീവിതം സമൂഹമാകട്ടെ ദൈവമായിട്ട് ഇങ്ങനെ തന്നു. പക്ഷേ ഇനി അങ്ങനൊരു സാഹചര്യം വരാൻ പാടില്ല. അങ്ങനെ വരുമ്പം അവർക്ക് ശിക്ഷ കിട്ടാത്ത കൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ പിന്നെയും തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ കഠിനമായ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. സ്വന്തം മകനെപ്പോലെ ഷെഫീഖിനെ നോക്കി തൊടുപുഴയിലെ അല്ലസാർ മെഡിക്കൽ കോളേജിൽ അമ്മത്താരാട്ട് മുറിയിൽ ഇവർ രണ്ടുപേരും സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും പ്രാർത്ഥനയാണ് ഷെഫീഖ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ക്രൂരമായി മർദ്ദിച്ച 7 വയസ്സുകാരൻ ഇപ്പോൾ ജീവിതത്തിന് വേണ്ടി മല്ലടിക്കുകയാണ്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഷെഫീഖ് താമസിക്കുന്ന അല്ലസാർ കോളേജിൽ നിന്നും ക്യാമറമാൻ ഷിജു ഏഴലൂരിനൊപ്പം VS ഹൈദർ അലി, റിപ്പോർട്ടർ.